മലയാളി ഫ്രം ഇന്ത്യ. നിലവിലെ രാഷ്ട്രീയ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കോർത്തിണക്കി ഒരു സറ്റയർ പോലെ ചിത്രീകരിച്ച ഒരു സിനിമ. ഡിജോ ജോസ് ആൻ്റണി എന്ന സംവിധായകൻ്റെ ജനഗണമന എന്ന സിനിമയിലും ഇതേപോലെ രാഷ്ട്രീയം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. ഇത്തരം പൊളിറ്റിക്കൽ സബ്ജക്ട്സ് ധൈര്യത്തോടുകൂടി സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്ന സംവിധായകനാണ് ഡിജോ ജോസ് ആൻ്റണി. ഇനി സിനിമയിലേക്ക് വന്നാൽ, നമ്മൾ സ്ഥിരം കേൾക്കുന്ന GDP വളർച്ച നിരക്കും പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നതും മേക്ക് ഇൻ ഇന്ത്യയുമെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. സിനിമ മൊത്തത്തിൽ എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയില്ല. കുറച്ച് ലാഗുണ്ട്. ഈ സിനിമയുടെ ദൈർഘ്യം ശരിക്കും മനസ്സിലാകുന്ന തരത്തിലാണ് സിനിമ പോയിക്കൊണ്ടിരുന്നത്. സ്ക്രീൻ പ്ലേ ടൈറ്റ് ആയിരുന്നെങ്കിൽ ലാഗ് അത്ര ഫീൽ ചെയ്യില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് തരക്കേടില്ലാതെ കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് എനിക്കത്ര ഇഷ്ടമായില്ല. ഒരുപാട് പ്രതീക്ഷയോടെയാണ് പോയത്. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. അത്ര മോശമാണെന്നും പറയാനാകില്ല. നിവിൻ പോളി അതുപോലെ മഞ്ജു പിള്ളയുടെ പ്രകടനം എടുത്തു പറയണം. പാകിസ്ഥാനി ക്യാരക്ടർ ചെയ്ത നടനും നന്നായിട്ടുണ്ട്. പിന്നെ സലിം കുമാറും ഷൈൻ ടോം ചാക്കയും അവരുടെ റോൾ ചെറുതാണെങ്കിലും മനോഹരമാക്കിയിട്ടുണ്ട്. ഓവറോൾ ജസ്റ്റ് കണ്ടിരിക്കാം. കൂടുതൽ പ്രതീക്ഷയോടുകൂടി പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അത്ര മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല.